അങ്ങനെ 2025 പോക്കെ 2026 കിടക്കണം. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ വർഷത്തിനുള്ളിൽ എന്തെല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല അല്ലേ. ഇനിയെങ്കിലും ആ പരാജയം മാറ്റിയെടുത്തിട്ട് നമുക്ക് ജയിക്കണ്ടേ, ആൾക്കാരിലേക്ക് മുന്നിലേക്ക് നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും, കുറേ ആൾക്കാർ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവളാണ്, അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാന്നെല്ലാം പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. അപ്പൊ അവരുടെ മുമ്പിൽ നമുക്ക് ഒന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ഇതുണ്ടാവുന്നുണ്ട്. അതായത് എന്താണ് ഉണ്ടാവുക, അവർ മനസ്സിലാവും, എടാ ഇവർ ഈ ലെവലിലേക്ക് എത്തിയോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറണ്ടേ. നിങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക്, നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. നിങ്ങളുടെ ഫാമിലീസിന് നിങ്ങളെ പറ്റി ഓർക്കുന്ന സമയത്ത് പ്രൗഡ് മൊമെന്റ് ഉണ്ടാക്കണ്ടേ. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രിപ്പ് പോകണ്ടേ. അപ്പോൾ ഇനിയും നമ്മൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനോ അല്ലേ. സ്വർണത്തിനൊക്കെ കുതിച്ചു വരുന്ന പൈസയായി, എന്നിട്ട് നമ്മളിങ്ങനെ ഇരിപ്പാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ അല്ലേ. 2026 കൂടെ പോകും. അപ്പൊ നിങ്ങൾ ഡ്രീമും, നിങ്ങൾ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചു, അവിടെ തന്നെ മണ്ണിട്ട് മൂടുവോ ആവും. കാണാം നമുക്ക്.